ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്ലിമ്യൂൾ? ദ പാർട്ട് ഓഫ് ദ എംബ്രിയോ ദാറ്റ് ഗ്രോസ് അപ്വേർഡ്സ് ഈസ് കോൾഡ് പ്ലിമ്യൂൾ. ഇറ്റ് ഡെവലപ്സ് ഇൻ ടു ദ സ്റ്റെം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം വേർ ഡസ് ദ ജെർമിനേഷൻ സീഡ്ലിങ്സ് ഗെറ്റ് ദ ഫുഡ് ടിൽ ദ ലീവ്സ് ആർ ഗ്രോൺ ടു പ്രിപ്പയർ ദ ഫുഡ്? എന്താ പറഞ്ഞിരിക്കുന്നത്? ഭക്ഷണം തയ്യാറാക്കാൻ ഇലകൾ വളരുന്നത് വരെ മുളയ്ക്കുന്ന തൈകൾക്ക് എവിടെ നിന്ന് ഭക്ഷണം ലഭിക്കും? അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ആൻസർ? ഇൻ ദ കേസ് ഓഫ് ഡൈക്കോട്ട് പ്ലാന്റ്സ്, ദ ജെർമിനേറ്റിംഗ് സീഡ്ലിങ്സ് ഗെറ്റ് ദ ഫുഡ് ഫ്രം ദ കോട്ടിലിഡൻ, ആൻഡ് ഇൻ ദ കേസ് ഓഫ് മോണോക്കോട്ട് പ്ലാന്റ്, ദ ജെർമിനേറ്റിംഗ് സീഡ്ലിംഗ് ഗെറ്റ്സ് ദ ഫുഡ് ഫ്രം എൻഡോസ്പേം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഡൈക്കോട്ട് ചെടികളിൽ മുളയ്ക്കുന്ന തൈകൾക്ക് കോട്ടിലിടലിൽ നിന്നും, മോണോക്കോട്ട് ചെടികളിൽ മുളച്ചു വരുന്ന തൈകൾക്ക് എൻഡോബീജത്തിൽ നിന്നും ഭക്ഷണം ലഭിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ പാർട്ട് ഓഫ് ദ സീഡ് ദാറ്റ്സ് കം ഔട്ട് ഫസ്റ്റ് വെൻ ഇറ്റ്സ് ജെർമിനേറ്റ്സ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗത്തിൻ്റെ പേരെന്താണ്? എന്തായിരിക്കും? ദ റാഡിക്കിൾ. ഇറ്റ്സ് ഗ്രോസ് ഡൗൺ ടു ഫോം ദ റൂട്ട്. അത് താഴേക്ക് വളർന്ന് റൂട്ട് രൂപപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു ഓൾ പ്ലാന്റ്സ് ഡെവലപ്പ് സീഡ്സ്? എല്ലാ ചെടികളിലും വിത്തുകൾ വികസിപ്പിക്കുന്നുണ്ടോ? നോ, സം പ്ലാന്റ്സ് പ്രൊഡ്യൂസ് സാപ്ലിങ്സ് ഫ്രം ദെയർ വെജിറ്റേറ്റീവ് പാർട്സ്. ഇല്ല, ചില സസ്യങ്ങൾ അവയുടെ സസ്യഭാഗങ്ങളിൽ നിന്ന് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് യു സീ അറൗണ്ട് അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് ജെർമിനേഷൻ ഫ്രം സീഡ്, സ്റ്റെം, റൂട്ട് ആൻഡ് ലീഫ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ആൻസർ? ഫസ്റ്റ് മെത്തേഡ് ഓഫ് ജെർമിനേഷൻ ഫ്രം സീഡ്സ്, പീ, ബിറ്റർ ഗോട്ട്, കോക്കനട്ട്, ആരോക്കോട്ട്, ഒക്ര, ബ്രിഞ്ചൽ, ജാക്സ് ട്രീ, മാംഗോ ട്രീ, ഗൗവ. അടുത്തത് ഫ്രം സ്റ്റെം, റോസ്, ഹിബിക്കസ്, ബൗഗൺവില്ലേ, ടാപ്പിയോക്ക, ഷുഗർ കെയിൻ, ജാസ്മിൻ, ബെറ്റർ ലീഫ് പ്ലാന്റ്. നെക്സ്റ്റ് ഫ്രം റൂട്ട്, ബ്രെഡ് ഫ്രൂട്ട് ട്രീ, കറി ലീഫ് പ്ലാന്റ്, ഗൗവ. നെക്സ്റ്റ് ഫ്രം ലീഫ്, ബ്രയോഫിലം, ബെഗോണിയ. നെക്സ്റ്റ് ഫ്രം ബോത്ത് റൂട്ട് ആൻഡ് സീഡ്, കറി ലീഫ് പ്ലാന്റ്, പെപ്പർ പ്ലാന്റ് ആൻഡ് ഗൗവ. നെക്സ്റ്റ്, ഒബ്സർവ് ദ ഗിവൺ പിക്ചർ. എ, ഐഡൻറ്റിഫൈ ദ കോൺസ്റ്റലേഷൻസ്. ഫസ്റ്റ് പിക്ചർ എന്തായിരിക്കും? പിക്ക് 1 സപ്തർഷിഷ്, പിക്ക് 2 ഓറിയോൺ. നെക്സ്റ്റ്, എക്സാമിൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ ദാറ്റ് ആർ റിലേറ്റഡ് ടു ദ എബോവ് കോൺസ്റ്റലേഷൻസ്. മുകളിലെ രാശിയുമായി ബന്ധപ്പെട്ട താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഫസ്റ്റ്, can be seen after dusk above the head in the sky in the month of January, February and March. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ആകാശത്ത് തലയ്ക്ക് മുകളിൽ സന്ധ്യയ്ക്ക് ശേഷം കാണാം. അപ്പോൾ ഏതായിരിക്കും? അത് ഓറിയോൺ ആണ്. അടുത്തത്, can be seen in the northern sky in the evening in the summer season. വേനൽക്കാലത്ത് വൈകുന്നേരം വടക്കൻ ആകാശത്ത് കാണാം. അപ്പോൾ ഏതായിരിക്കും? സപ്തർഷിഷ്. നെക്സ്റ്റ്, ദ സ്റ്റാർ തിരുവാതിര ഈസ് സീൻ ഇൻ ഇറ്റ്. അതിൽ തിരുവാതിര നക്ഷത്രം കാണുന്നു. അത് ഏതായിരിക്കും? ഓറിയോൺ. നെക്സ്റ്റ്, ദേ ആർ സീൻ അറ്റ് മിഡ് നൈറ്റ് ഇൻ ദ മന്ത് ഓഫ് ഡിസംബർ ആൻഡ് ജനുവരി. ഡിസംബർ, ജനുവരി മാസങ്ങളിൽ അർദ്ധരാത്രിയിലാണ് ഇവയെ കാണുന്നത്. അത് ഏതായിരിക്കും? സപ്തർഷിഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്? റൈറ്റ് എനി 4 യൂസസ് ഓഫ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. അപ്പോൾ എന്തായിരിക്കും ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്? മെയിൻ മെയ്ഡ് സാറ്റലൈറ്റ്സ് ആർ കോൾഡ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. അതിൻ്റെ യൂസസ്: കമ്മ്യൂണിക്കേഷൻ, വെതർ ഫോർകാസ്റ്റിംഗ്, ടു സ്റ്റഡി ഓൺ ദ റിസോഴ്സസ് ഓഫ് എർത്ത്, ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ ആൻഡ് ഡിഫൻസ്, എക്സെട്ര. നെക്സ്റ്റ്, റൈറ്റ് ദ നെയിംസ് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഇൻ ദ വേൾഡ്. അപ്പോൾ ഏതായിരിക്കും? സ്പുട്നിക് 1. നെക്സ്റ്റ്, ദ ഫസ്റ്റ് ഇന്ത്യൻ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏതാണ്? ആര്യഭട്ട. നെക്സ്റ്റ്, ദ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ച് ബൈ ഇന്ത്യ ഫോർ ദ എഡ്യൂക്കേഷണൽ പേർപ്പസ് ഏതാണ്? എഡ്യൂസാറ്റ്. നെക്സ്റ്റ്, ദ ഓർഗനൈസേഷൻ ദാറ്റ് ഗീവ്സ് ദ ലീഡർഷിപ്പ് ഫോർ ദ സ്പേസ് റിസർച്ച് ഇൻ ഇന്ത്യ. അപ്പോൾ ഏതായിരിക്കും? ISRO.
നെക്സ്റ്റ് സ്റ്റഡി ദ ഇല്ലുസ്ട്രേഷൻ ഗിവൺ ബിലോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അപ്രോപ്രിയറ്റ്ലി. അപ്പോൾ ഫസ്റ്റ് എന്താ വരിക? മാർസ് എക്സ്പ്ലോറേഷൻ വെഹിക്കിൾ. അപ്പോൾ ഏതായിരിക്കും? മംഗൾയാൻ. അടുത്തത് എഡ്യൂസാറ്റ് എഡ്യൂക്കേഷൻ സാറ്റലൈറ്റ്. ആര്യഭട്ട എന്തായിരിക്കും? ഇന്ത്യാസ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. നെക്സ്റ്റ് ഇന്ത്യാസ് ഫസ്റ്റ് സോളാർ മിഷൻ ഏതാണ്? ആദിത്യ L1. അടുത്തത് ചന്ദ്രയാൻ 1. അപ്പോൾ അവിടെ എന്തായിരിക്കും? ഇന്ത്യാസ് ഫസ്റ്റ് മിഷൻ ടു ദ മൂൺ. നെക്സ്റ്റ് അനലൈസ് ദ ഫോളോയിങ് ഇല്ലുസ്ട്രേഷൻ റിലേറ്റഡ് ടു ദ അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഓൺ എർത്ത്. ഭൂമിയിലെ ജലലഭ്യതയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന ചിത്രീകരണം വിശകലനം ചെയ്യുക. ഭൂമിയിൽ 96.5% സീ വാട്ടറും 3.5% പ്യുവർ വാട്ടറുമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 മെസ്സേജ് ദാറ്റ് യു ഗിവ് ടു ദ പബ്ലിക് ബേസ്ഡ് ഓൺ യുവർ ഫൈൻഡിങ്. കണ്ടെത്തിയ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പൊതുസമൂഹത്തിന് നൽകാവുന്ന 2 സന്ദേശങ്ങൾ എഴുതുക. അപ്പോൾ എന്തെല്ലാമായിരിക്കും? ദ പ്യുവർ വാട്ടർ ഈസ് സ്കാർസ് ഓൺ ദ എർത്ത്. ഭൂമിയിൽ ശുദ്ധജലത്തിൻ്റെ അളവ് വളരെ പരിമിതമാണ്. അടുത്തത് വാട്ടർ ഈസ് പ്രീഷ്യസ്, സേവ് ഇറ്റ്. ജലം അമൂല്യമാണ്, അത് സംരക്ഷിക്കുക. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഗിവൺ ബിലോ റിലേറ്റഡ് ടു വാട്ടർ. അറേഞ്ച് ദം ഇൻ ദ സ്യൂട്ടബിൾ ബോക്സ്. ഗിവ് അപ്രോപ്രിയേറ്റ് ടൈറ്റിൽസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ജലവുമായി ബന്ധപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷതകൾ കണ്ടെത്തുക. അവയെ അനുയോജ്യമായ തലക്കെട്ട് നൽകി പട്ടികപ്പെടുത്തുക. ബേക്കിംഗ് സോഡ, ഗീ, കെറോസിൻ, ഷുഗർ കാൻഡി, കാർബൺ ഡൈ ഓക്സൈഡ്, വിനേഗർ. ഇപ്പം എന്താ വരിക? വാട്ടർ സോലുബിൾ, ജലത്തിൽ ലയിക്കുന്നവ. ജലത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? ബേക്കിംഗ് സോഡ, ഷുഗർ കാൻഡി, വിനേഗർ, കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്തത് വാട്ടർ ഇൻസോലുബിൾ, ജലത്തിൽ ലയിക്കാത്തവ ഏതെല്ലാമായിരിക്കും? ഗീ, കെറോസിൻ, നെയ്യും മണ്ണെണ്ണ അല്ലേ. അടുത്തത് കൺസ്ട്രക്ഷൻ ഓഫ് റെയിൻ ഹാർവെസ്റ്റിംഗ് പിറ്റ് ഈസ് വൺ ഓഫ് ദ സ്യൂട്ടബിൾ മെത്തേഡ് ഓഫ് റെയിൻ വാട്ടർ കൺസർവേഷൻ. വാട്ട് ആർ ദ അതർ മെത്തേഡ് ടു ബി അഡോപ്റ്റഡ് ടു എലോ റെയിൻ വാട്ടർ ടു സീപ്പ് ഇൻ ടു ദ സോയിൽ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? മഴവെള്ളം സംഭരിക്കുന്നതിന് അനുയോജ്യമായ ഒരു രീതിയാണ് മഴക്കുഴി നിർമ്മാണം. മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങാൻ മറ്റെന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം? കൺസ്ട്രക്റ്റിംഗ് റെയിൻ ഹാർവെസ്റ്റിംഗ് പിറ്റ്, മഴക്കുഴികൾ നിർമ്മിക്കുക. അടുത്ത എന്താ വരിക? വെൽ റീചാർജിങ്. പിന്നെ പ്രിപ്പയറിംഗ് ബേസിൻസ് അറൗണ്ട് ട്രീസ്, മഡ് വാൾസ്, സ്ലോപ്പിംഗ് ലാൻഡ് കട്ട് ഇൻ ടു ഡിഫറെൻറ്റ് ലേയേഴ്സ്, റെയിൻ വാട്ടർ സ്റ്റോറേജ് ടാങ്ക്. മഴവെള്ള സംഭരണി, കിണർ റീചാർജിങ്, തടമെടുക്കൽ, കയ്യാലകെട്ടൽ, ചരിഞ്ഞ ഭൂമി തട്ടുകളാക്കുക. നെക്സ്റ്റ് കംപ്ലീറ്റ് ദ ടേബിൾ. സൊല്യൂഷൻ മിൽക്ക് ഓഫ് ടെൻഡർ കോക്കനട്ട്, ലിക്വർ അമോണിയ. അപ്പോൾ അവിടെ എന്താ വരിക? സാൾട്ട് സൊല്യൂഷൻ. നെക്സ്റ്റ് സൊല്യൂട്ട് ഗ്ലൂക്കോസ് മിനറൽ, അമോണിയ, സാൾട്ട്. നെക്സ്റ്റ് സോൾവെൻറ്റ് വാട്ടർ.